ഇവൻ തന്നെയായിരിക്കും അവളുടെ അജ്ഞാതനായ ഗന്ധർവൻ, അല്ലെങ്കിൽ ഇവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. ഗന്ധർവൻ നീ ആയാലും നിന്റെ ഫ്രണ്ട് ആയാലും ആരായാലും കാണാമറയത്ത് നിന്നുകൊണ്ടുള്ള ഗന്ധർവന്റെ കളി ഇന്നത്തോടെ അവസാനിക്കും. ഗന്ധർവനെ ഇന്നവൾ കാണും. ഏത് ഗന്ധർവനെ? അത് ഞാൻ തീരുമാനിക്കും. മുക്തയുടെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ട്. അവളുടെ കണക്കുകൂട്ടൽ പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഗന്ധർവൻ ഇന്ന് അമ്പലത്തിൽ വെച്ച് പാർവതിയുടെ മുന്നിൽ പ്രത്യക്ഷനാകണം. ഗന്ധർവൻ നീയോ നിന്റെ ഫ്രണ്ടോ ആണെങ്കിൽ നിങ്ങൾക്കുമുണ്ടൊരു കാൽക്കുലേഷൻ. ഒരു കാൽക്കുലേഷനും ഇല്ലാതെ വടക്കുംപാട് ദേവീക്ഷേത്രത്തിലെത്തുന്ന ഒരേ ഒരാൾ പാർവതിയാണ്. നിങ്ങളെല്ലാവരെയും തോൽപ്പിക്കാനുള്ള എന്റെ ആയുധവും അവൾ തന്നെയാണ്. പ്രിയൻ, അല്ല, എന്താ ഇവിടെ നിൽക്കുന്നത്? അത് ഒറ്റയ്ക്ക്? ഒന്നുമില്ല, വെറുതെ. പാർവതി നിന്നോടിപ്പോ പഴയതുപോലെ മിണ്ടുന്നില്ല, അടുപ്പം കാണിക്കുന്നില്ല എന്നൊക്കെ അവിടെ ആരോ പറയുന്നത് കേട്ടു. ആ വിഷമത്തിലായിരിക്കും ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ലേ? അങ്ങനെയൊന്നുമില്ല. കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോ. അല്ല, പാർവതിക്ക് പ്രിയനോട് എന്താ എത്ര വിരോധം? പാർവതിന് എന്നോട് വിരോധമുണ്ടെന്ന് നന്ദനോട് ആരാ പറഞ്ഞ? അല്ല, പെരുമാറ്റം കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ലേ? പ്രിയൻ സംസാരിക്കാൻ അടുത്ത് ചെന്നപ്പോ അവള് മാറിപ്പോകുന്നത് ഞാൻ കണ്ടു. അതിന്റെ അർത്ഥം അവൾക്ക് പ്രിയനോട് എന്തോ ഇഷ്ടക്കേടുണ്ടെന്നല്ലേ? പ്രിയനോട് പിണങ്ങേണ്ടി വന്നതിൽ അവൾക്കും മനപ്രയാസം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തെറ്റ് അവളുടെ ഭാഗത്താണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രിയന്റെ അടുത്ത് വന്ന് അത് തുറന്നു പറയാൻ അവളുടെ ഈഗോ അനുവദിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവൾ അമ്പലത്തിൽ പോയി ദൈവത്തിനോട് പറയാമെന്ന് തീരുമാനിച്ചത്. അവൾ അമ്പലത്തിൽ പോകാൻ കരുണാകർ സാറിനോട് പെർമിഷൻ വാങ്ങിക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. പാറു അമ്പലത്തിൽ പോവാൻ കരുണാകർ സാറിനോട് പെർമിഷൻ ചോദിച്ചെന്നോ? ഏത് അമ്പലത്തിൽ പോവാൻ? വടക്കുംപാട് ദേവീക്ഷേത്രത്തിലാണോ? അങ്ങനെ അവൾ പറഞ്ഞത്. എത്ര മണിക്ക് അവൾ അമ്പലത്തിൽ പോകുന്ന? 5 മണിക്ക് അമ്പലത്തിലെത്താൻ അവളുടെ പ്ലാൻ. പക്ഷേ 4:30 ഇവിടുന്ന് പോകാനുള്ള പെർമിഷനാ അവൾ കരുണാകർ സാറിനോട് ചോദിച്ചത്. നന്ദ, നമുക്ക് നാളെ കാണാം. അമ്പലത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, പക്ഷെ വടക്കുംപാട് ദേവീക്ഷേത്രമെന്ന് നീ കൃത്യമായിട്ട് പറഞ്ഞു. എന്ന് വെച്ചാൽ ഗന്ധർവൻ നിന്റെ കൂട്ടുകാരനൊന്നുമല്ല, നീ തന്നെയാണ്. പാർവതിയുള്ള നിന്റെ പ്രത്യേക സ്നേഹവും പരിഗണനയും കണ്ടപ്പോഴേ എനിക്കത് തോന്നിയതാ. ഇത് വെറും ഫ്രണ്ട്ഷിപ്പ് അല്ലെന്ന്. പക്ഷെ പ്രിയ, ഗന്ധർവന്റെ വേഷം നിനക്ക് അഴിച്ചു വെക്കേണ്ടി വരും. പക്ഷേ ഗന്ധർവൻ എന്ന കഥാപാത്രം അവസാനിക്കില്ല. ഞാൻ ആ വേഷം തുടരും. അല്ലെങ്കിൽ ഞാൻ ഗന്ധർവനായി ആടി തിമിർക്കും. സദസ്സിലിരുന്ന് നീ അത് കാണും. മുക്ത, നിന്നോട് എനിക്കൊരു താങ്ക്സ് പറയണമെന്നുണ്ട്. ഒരു ബിഗ് താങ്ക്സ്. നമുക്കിടയില് അതുപോലുള്ള ഫോർമാലിറ്റീസ് ഉണ്ടെന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് നീ എന്നെ നിരുത്സാഹപ്പെടുത്തരുത്. എന്നോട് നീ എന്തിനാ താങ്ക്സ് പറയുന്നേ? അതും ഒരു ബിഗ് താങ്ക്സ്. അതിന് മാത്രം എന്ത് വലിയ ആനക്കാര്യം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത്? ആനക്കാര്യൊന്നുമല്ല, ചെറിയ കാര്യം തന്നെയാ. പക്ഷേ അതിന്ന് എനിക്ക് ലഭിക്കുന്ന ഹാപ്പിനെസ് വളരെ വലുതാ. നീ ഒന്ന് തെളിച്ചു പറയൂ. നിന്നെ പോലെ മോഡേൺ ലുക്കുള്ള പെൺകുട്ടികൾക്ക് ക്ഷേത്രം, വഴിപാട് എന്നൊക്കെ കേൾക്കുന്ന തന്നെ പുച്ഛമായിരിക്കും. പക്ഷേ എന്റെ ലവ് സക്സസ് ആവാൻ വേണ്ടി ആ വഴി പരീക്ഷിക്കുന്നതിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നീ എന്നെ എൻകറേജ് ചെയ്തില്ലേ? ലവ് സക്സസ് ആവാൻ ദൈവത്തെ കൂട്ടുപിടിക്കണമെങ്കിൽ അതിന് മടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാൻ ആത്മാർത്ഥതയുള്ളൊരു ഫ്രണ്ടിന് മാത്രമേ കഴിയൂ. നിനക്കും താങ്ക്സ്. നിന്നെ പോലെ സിൻസിയർ ആയ ഒരു ഫ്രണ്ടിനെ തന്ന ദൈവത്തിന് താങ്ക്സ്. അതിന് നീ എന്റെ വെറും ഫ്രണ്ട് അല്ലല്ലോ. ഫ്രീക്കൻ ചെക്കന്മാരുടെ ഭാഷ പറഞ്ഞ നീ എന്റെ ചങ്കല്ലേ. നിനക്ക് വേണ്ടി ദൈവത്തെ മാത്രമല്ല, വേണമെങ്കിൽ ചെകുത്താനെയും ഞാൻ കൂട്ടുപിടിക്കും. കൈലാഷിന് ആഗ്രഹിച്ച പെണ്ണിനെ കിട്ടണമെങ്കിൽ മുക്ത 108 ശയന പ്രദക്ഷിണം ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞ അതിന് ഞാൻ മടിക്കില്ല. കാരണം
പാർവതി നിന്റെ ജീവനാണെങ്കിൽ നീ എന്റെ ജീവന. നിനക്ക് അവളെ കിട്ടാൻ വേണ്ടി തലമുട്ടയടിച്ച് കാവടി എടുക്കാൻ മാത്രം പറയരുത്. കാരണം തലമുട്ടയടിച്ചാലേ എന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. നിനക്ക് ഇത്രയ്ക്ക് ഹ്യൂമൻ സെൻസ് ഒക്കെ ഉണ്ടോ? അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലാവുന്നേ? അപ്പോ നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. നിനക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല. ഈ മുക്ത ജീവിച്ചിരിക്കുമ്പോ പട്ടിക്കാട്ടുകാരുടെ കഴുത്തില് നിന്റെ താലി വീഴാൻ പോകുന്നില്ലെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല. പാർവതി നേരത്തെ പോയി. അവളിപ്പോ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടാവും. എപ്പോഴാ വിളക്കെടുക്കണ്ടേ? ദീപാരാധനയ്ക്ക് മുൻപ്. ഓ, 5 മണി കഴിഞ്ഞാലേ ഉള്ളൂ. ദീപാരാധനയ്ക്ക് മുമ്പ് നമ്മൾ ക്ഷേത്രത്തിലെത്തും. ദീപാരാധനയ്ക്ക് മുൻപ് നമ്മൾ അവിടെ എത്തും. ദീപാരാധനയ്ക്ക് തൊട്ട് മുൻപ്, അതിനു മുൻപ് നിന്റെ പാർവതിയെ കാണാൻ അവിടെ മറ്റൊരാളെത്തും. അവര് തമ്മിലുള്ള കൂടിക്കാഴ്ച കണ്ടുകൊണ്ടായിരിക്കും നീ അവിടെ എത്തുക. പ്രണയ സാക്ഷാത്കാരത്തിനായി വിളക്കെടുപ്പിക്കാനല്ലേ നീ ക്ഷേത്രത്തിൽ പോകുന്നേ. പക്ഷെ നീ കൊളുത്തി വെച്ച പ്രണയത്തിന്റെ വിളക്ക് ഇന്ന് എന്നേക്കുമായി അണയും. മുക്ത, നീ എന്താ ആലോചിക്കുന്നേ? എനിക്ക് ചെറുതായിട്ട് തലവേദനിക്കുന്നു. ഉച്ചയ്ക്ക് തുടങ്ങിയതാ. സാരമില്ല, വൈകണ്ട, വേഗം പോയിക്കോ. ഒറിജിനൽ ട്രാഫിക് പോലീസ് തന്നെയാ. യൂണിഫോം നന്നായിട്ട് ചേരുന്നുണ്ട് രണ്ടാൾക്കും. പണിപാളിയാൽ വേറെ യൂണിഫോം ഇടേണ്ടി വരും. ജയിൽ പുള്ളികളുടെ ആൾമാറാട്ടത്തിന് മിനിമം 3 വർഷം അകത്ത് കിടക്കേണ്ടി വരും. അതൊന്നും വേണ്ടിവരില്ല. ഏതെങ്കിലും ഒരു മറവിൽ നിന്നാ മതി. പ്രിയൻ എന്ന അവന്റെ പേര്. അവനൊരു ബൈക്കിലാ വരിക. അവന്റെ ഫോട്ടോയും വണ്ടി നമ്പറും നിന്റെ ഫോണിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. മിനിമം 1 മണിക്കൂർ അവനെ ഇവിടെ പിടിച്ചു നിർത്തണം. ഒരു കാരണവശാലും അവൻ ആ അമ്പലത്തിൽ എത്താൻ പാടില്ല. അവൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് നോക്കും. അതുകൊണ്ട് ആദ്യം അവന്റെ ബൈക്കിന്റെ കീ നിങ്ങൾ ഊരിയെടുക്കണം. അത് ഞങ്ങളേറ്റു. സാർ ആ പെണ്ണിനെ പാട്ടിലാക്കുന്നത് വരെ നിങ്ങളുടെ 7 അയലത്ത് അവൻ വരില്ല. സാറ് ധൈര്യമായിട്ട് പൊക്കോ.